നിധിയായ പിതാവ് നാളെ നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ അതിന്റെ വിറകായി മാറും ഈ പണിങ്ങളെടുത്താൽ. അതുകൊണ്ടാണ് വാപ്പ നിങ്ങളോട് പറഞ്ഞത്, സഹോദരങ്ങളെ, ഇത്ര ഗുണകാംക്ഷയോടുകൂടെ എത്ര സ്നേഹത്തോടെ ഇബ്രാഹിം നബി പറഞ്ഞത്, എത്ര സ്നേഹത്തോടു കൂടെയാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, എത്ര സന്തോഷത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ സഹോദരങ്ങൾ, ഒരു മകന് വേണ്ടി എന്തും ചെയ്യുന്നവരല്ലേ നമ്മൾ പിതാക്കന്മാർ. ഒരു മകന് വേണ്ടി മുതിർന്നു നിൽക്കുന്ന ചെറുപ്പക്കാരനായ ഒരു മകന് ഒരു വിധം നമ്മളെ കൊണ്ട് സാധിക്കുന്നൊക്കെ നമ്മൾ വകവെച്ചു കൊടുക്കും. പക്ഷേ ഇബ്രാഹിം നബിന്റെ വാപ്പ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഇബ്രാഹിമേ, ഈ വർത്താനം മാത്രം പറയരുത്, ഈ വർത്താനം മാത്രം പറയരുത്. ഇതെന്നോട് ചോദിച്ചാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എറിഞ്ഞോടിക്കും. പിതാവും പുത്രനും എന്ന ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടും. എന്റെ വീട് നിനക്കന്യമാകും. ഇവിടുന്ന് പോണ്ടിരുന്നാണ്. കാലിൽ നിന്ന് നീരൊലിച്ച് ഇറാഖിൽ നിന്നും മക്ക വരെ ഇബ്രാഹിം നബി ഇസ്ലാം നടന്നു സഹോദരങ്ങൾ. എന്നിട്ടേ മക്കത്ത് പോയിട്ട് എന്താണ് ഇബ്രാഹിം നബി ഇസ്ലാം ചെയ്തത്? തൗഹീദ്, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ, മുമ്പിൽ ആരുമില്ലാതെ, മധ്യസ്ഥന്മാരില്ലാതെ, മഹാത്മാക്കളുടെയോ പുണ്യാത്മാക്കളുടെ പേരെഴുതിയ ഫലകങ്ങളോ അവരുടെ പ്രതിരൂപങ്ങളോ അവരെ മറവ് ചെയ്ത ശവകുടീരങ്ങളോ ഒന്നുമില്ലാതെ പടച്ച തമ്പുരാനോട് കൈകൾ ഉയർത്തി ഹനീഫൻ മുസ്ലിമ, നിഷ്കളങ്കമായി ഋജുമനസ്കനായി നേർക്ക് നേരെ അള്ളാഹുടെ ദ്വാരക്കാൾ ഒരു പള്ളി ഉണ്ടാക്കിയത്. ആ ആഗ്രഹത്തിനാണ് മക്കത്തേക്ക് വന്നത്. ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് മക്കത്തേക്ക് വന്നത്. അവിടെ വന്നിട്ട് ആ ഏകദൈവ ആരാധനയുടെ ലോകത്തെ ഒന്നാമത്തെ ഗേഹമുയർത്തി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതും കുറച്ച് പ്രശ്നവും കുറച്ച് പ്രയാസവും ഈ രംഗത്ത് അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചല്ലോ, വിശ്വാസം സത്യസന്ധമാണോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന. എന്തിനാണ് പരീക്ഷണങ്ങൾ? ജനങ്ങൾ വിചാരിക്കാണോ പോലെ ഞാൻ വെറുതെ ഇങ്ങോട്ട് വിടുന്നു, ആമന്ന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നൊരു വാക്കും പറഞ്ഞ് അങ്ങനെ നടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോന്നാണ്. അവർ പരീക്ഷിക്കപ്പെടാതെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. സ്വത്തും ബന്ധങ്ങളും ഒക്കെ, രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ ആയിട്ട് പടച്ചോൻ വിശ്വാസം ശരിയാണോ എന്ന് നല്ലോണം പരീക്ഷിക്കും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എല്ലാവരെയും. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അങ്ങനെ അല്ലാഹു തന്റെ അടിമകളിൽ ആമന്ന എന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടത്തിൽ സത്യസന്ധന്മാരാരാന്ന് അല്ലാഹു അങ്ങനെ മനസ്സിലാക്കി. കള്ളന്മാരാരാണെന്ന് അല്ലാഹു തിരിച്ചറിഞ്ഞത് പരീക്ഷണങ്ങൾ കൊടുത്തിട്ടാണ്. പരീക്ഷണങ്ങൾ കൊടുത്താണ് അല്ലാഹു ഈമാനുള്ളവരെയും ഈമാനില്ലാത്തവരെയും തിരിച്ചറിഞ്ഞത്. കുറച്ച് പ്രയാസവും കുറച്ച് ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ട് തന്നെ സഹോദരങ്ങളെ ഇത് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് നേരെ ഉച്ചരിച്ചൊരുത്തനും നേരെ പഠിച്ചൊരുത്തനും സ്വർഗം കൊടുക്കാന്ന് അള്ളാഹു വെറുതെ പറയില്ല. ഇത് ആരെങ്കിലും സംഭവിച്ചു പോയാൽ ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവൻ നരകമാകുന്നു അവന്റെ ശാശ്വത കേന്ദ്രം എന്നാണ്. എത്രയെത്ര വചനങ്ങളിലാണ് സഹോദരങ്ങളെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഉറപ്പല്ലേ? 23 കൊല്ലക്കാലം കൊണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ പിന്നീട് വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ട ദീന് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണം. മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണം. ദീന് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് അള്ളാഹു അനുവദിച്ചത് 40ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സിൽ 23 കൊല്ലക്കാരാണ് അല്ലേ? അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാ പരിപാടിയും പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, കാര്യത്തിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് 13 കൊല്ലം ഈ പരലോകവും തൗഹീദാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് സഹോദരങ്ങളെ ഒരു അതിശയോക്തിയല്ല. വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് വെറുതെ അതിന്റെ അർത്ഥം മാത്രം എടുത്തൊന്ന് ഉള്ളത്, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആയിരക്കണക്കിന് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇതിനൊരു മാനയില്ലേ സഹോദരങ്ങൾ? ഇതിനൊരു അർത്ഥല്ലേ? ഇതിനൊരു ആശയമില്ലേ? എന്ത് ചെയ്താലും വിശ്വാസ രംഗത്ത് ഒരാൾ പയച്ചു പോകില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഏത് മഹാപാതകമായ ശിർക്കിനെ ആരും പേടിക്കണ്ടെന്നാ നമ്മളെ സമൂഹത്തോട് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, വ്യഭിചരിക്കുന്നതിനെ പേടിച്ചോളിയും എന്ന് പറഞ്ഞ വ്യഭിചാരത്തിന്റെ മാരകാവസ്ഥകൾ വിശദീകരിച്ചു കൊടുക്കുന്ന വായകളിൽ നിന്നും പലിശയെക്കുറിച്ചും മദ്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ടിവിയെക്കുറിച്ചും നാട്ടിലെ ഏതൊരു ചെറിയ കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കാൻ വേണ്ടി മിമ്പറുകളും സ്റ്റേജുകളും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ഒരിക്കലും ജനങ്ങൾക്കൊരു തെറ്റും വരാത്ത വിഷയമായി എന്തുകൊണ്ടോ തൗഹീദിന്റെ മേഖലയെ പരിഗണിച്ചിരിക്കുന്നു. ഇത് സങ്കടം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും ഓരോ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സിൽ വരും.
മുസ്ലിങ്ങൾ ആരെങ്കിലും കള്ളുടിക്കലുണ്ടോ എന്ന് ഞാൻ ഒന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മളെ മനസ്സിൽ വരും എന്ത്? കള്ളുടിക്കുന്ന ഒരു മുസ്ലിമിന്റെ പേര് വരൂലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും തോന്നും. വ്യഭിചരിക്കുന്ന ആളുകളും ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അത് വരും. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ചോദിച്ചാൽ വരും. എന്നാ ശിർക്ക് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ. ശിർക്ക് ചെയ്യുന്നുണ്ടാവും, ഉണ്ടോ, അത് ശിർക്കാവും. സഹോദരങ്ങളെ, വല്ലാത്തൊരു വിഷയമാണല്ലത്. ഇത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയം എത്ര തന്ത്രപരമായി പിശാച് ജനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അതിന്റെ വിജയം. കാരണം ശിർക്ക് ചെയ്താൽ അമല് മുഴുവൻ ബാത്തിലാകുമെന്ന് അള്ളാഹു അസന്നിഗ്ധമായി പറഞ്ഞതുകൊണ്ട് അതെന്താണ് ജനങ്ങൾ പഠിക്കരുതെന്ന് വലിയ വാശി യഥാർത്ഥത്തിൽ ശൈത്താൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര നന്നായി അറിയുന്ന ആളുകൾക്കും തൗഹീദും ശിർക്കും വേറിട്ട് പകല് പോലെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർ പറയും കുറെ തർക്കങ്ങളൊക്കെ ഉള്ള വിഷയമാകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അവ്യക്തത ഉണ്ടാവുന്നതാണ്. അവ്യക്തത ഇല്ല സഹോദരങ്ങളെ. തറക്തുകും ഫീ മഹജ്ജത്തിൽ ബൈളാ, വെളുത്ത പ്രകാശമാനമായ അവസ്ഥയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോയിരിക്കുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകല് പോലെയാണ്. തൗഹീദിൽ ഒരു സംശയമല്ല, ഒരു സംശയവുമില്ലാത്ത കാര്യത്തിൽ ആളുകൾക്ക് തർക്കങ്ങളും കുതർക്കങ്ങളും നടത്താം. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും ഏറ്റവും നല്ല ആലോചനാശേഷിയും ഉള്ളവരുമാണ് അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർ. സഹോദരങ്ങൾ, സത്യമാണോ? സൂര്യനെ എങ്ങനെ കാണുന്നുവോ അതിനേക്കാളും വലിയ സത്യമായി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുന്നു. സമയം തെറ്റാതെ ഉദിക്കുന്ന സൂര്യനും സമയം തെറ്റാതെ അസ്തമിക്കുന്ന സൂര്യനും ആരെയാണ് സഹോദരങ്ങളെ കുറിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ കടലിലും കരയിലുമുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ സ്പന്ദിക്കുന്ന ആ ജീവൻ ആരെക്കുറിച്ചാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ അത്ഭുതകരമായ സംവിധാനങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ നടക്കുന്ന 100 കൂട്ടം ആന്തരിക പ്രവർത്തനങ്ങളും ഏതൊരുത്തനെ കുറിച്ചാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പടച്ചോൻ? അപ്പടച്ചോനില്ല എന്ന് പറയാൻ വാദപ്രതിവാദവും അതേപോലെ തന്നെ എതിർശ്രമങ്ങളും നടത്തുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഇത്രയും വ്യക്തമായ തൗഹീദിലും എന്തുകൊണ്ട് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിക്കൂടാ? തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയും തർക്കമുള്ള വിഷയമല്ലേ. തർക്കമുള്ളതുകൊണ്ട് നമുക്കത് തർക്കങ്ങളൊക്കെ തീർന്നാലേ മനസ്സിലാവുള്ളൂ. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. അങ്ങനെ മനസ്സിലാകാത്ത ഒരു വിഷയം മുഴുവനും കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ഒരു പാപമായി വിലയിരുത്തപ്പെടും. അത് അതിന്റെ രാത്രികൾ പോലും പകല് പോലെ വ്യക്തമാണ്. അത്രയും വ്യക്തമായ ഒരു വിഷയം പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് എങ്ങനെ പഠിക്കണം എന്നാണ്. ഒന്നാമത്തത് പഠിക്കൽ നിർബന്ധമാണ്. ഖുർആൻ ഞാൻ നേരത്തെ ആയത്തോതി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചാ പോരെ സഹോദരങ്ങൾ. അത് വളരെ വ്യക്തമായി മനസ്സിൽ ഉറപ്പിച്ച് സംശയരഹിതമായി അത് മനസ്സിലാക്കണം. ഇല്ലാമൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅ്ലമൂൻ, സത്യമായും അതിന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് സത്യത്തിന് സാക്ഷ്യം വഹിച്ചൊഴികെ. എങ്ങനെ? അറിഞ്ഞുകൊണ്ട്, അത് ശരിക്കും ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഒരാൾ ഉൾക്കൊള്ളേണ്ടത്. പിന്നെ സംശയം ഉണ്ടാകാൻ പറ്റൂ? സംശയം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. വിശ്വാസികൾ ഒരു കൂട്ടം ആളുകൾ മാത്രമേ വിശ്വാസികളാകൂ. അവരാരാണ് സഹോദരങ്ങളെ? അല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്നു, സംശയരഹിതമായി വിശ്വസിക്കുന്നു. എന്നിട്ട് ആ വിശ്വാസത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വത്തും ശരീരവും സമ്പത്തും എല്ലാം നൽകി അവർ ജിഹാദ് ചെയ്യുന്നു. അവരാണ് സത്യവാന്മാരായ വിശ്വാസികൾ എന്നാണ്. മാത്രമോ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ അള്ളാഹുവിന് സമർപ്പിക്കുന്ന തൗഹീദിൽ ഒരു കളങ്കം പോലും ഉണ്ടാകാൻ പറ്റില്ല. കളങ്കം പോലും ഉണ്ടാകാൻ പറ്റില്ല. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ